അയ്യപ്പൻകോവിൽ ഫാമിലി ഹെൽത്ത് സെന്ററിന്റെ നിർമ്മാണത്തിനുള്ള പ്ലാനിങ്ങിന് അംഗീകാരമായി. നിർമ്മാണത്തിനായി ഭൂമി DMOയുടെ പേരിൽ കൈമാറി. സർക്കാർ ആശുപത്രി കെട്ടിടം നിർമ്മിക്കാൻ 5 കോടി രൂപയാണ് ബജറ്റിൽ അനുവദിച്ചിരുന്നത്. പൊതുമരാമത്ത് ടെൻഡർ നടപടി പൂർത്തിയാക്കി കരാർ നൽകിയാൽ നിർമ്മാണം നടത്താൻ കഴിയും. അയ്യപ്പൻകോവിൽ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് 2023-2024 സാമ്പത്തിക വർഷത്തിലെ ബഡ്ജറ്റിലാണ് 5 കോടി രൂപ വകയിരുത്തിയത്. നിർമ്മാണ പ്രവൃത്തിയുടെ 20% തുക അനുവദിക്കുകയും ചെയ്തു. എന്നാൽ ഭൂമിയുടെ രേഖയില്ലാത്ത അവസ്ഥയിൽ നിർമ്മാണം തടസ്സപ്പെട്ടു. കളക്ടറിന്റെ പ്രത്യേക അനുമതി നേടി ഈ തടസ്സം മറികടന്നു. തുടർന്ന് എസ്റ്റിമേറ്റും പ്ലാനും തയ്യാറാക്കി. പ്ലാനിന് അന്തിമ അംഗീകാരം ഇപ്പോഴാണ് ലഭിച്ചത്. കെട്ടിട നിർമ്മാണം ആരംഭിക്കുന്നതിന് തടസ്സം നീക്കാൻ 2023 മുതൽ പഞ്ചായത്ത് ഭരണസമിതി ശ്രമിക്കുന്നതാണ്. രൂപരേഖയ്ക്ക് അംഗീകാരം ലഭിച്ച ഭൂമി DMOയ്ക്ക് കൈമാറിയതോടെ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ചെയ്യേണ്ട നടപടിക്രമങ്ങൾ പൂർത്തിയായിരിക്കുകയാണ്. നമ്മുടെ ആലടി PHC അതിൻ്റെ അന്തിമ പ്ലാന് അംഗീകരിച്ച് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അന്തിമ പ്ലാന് ഹോസ്പിറ്റലിൽ എത്തിക്കുകയും അവരത് നോക്കിയതിന് ശേഷം DMOയ്ക്ക് ആ പ്ലാന് കൊടുക്കുകയും ചെയ്തു. ഇനിയുള്ള നടപടി എന്ന് പറഞ്ഞാൽ നമ്മുടെ പേരിലുള്ള സ്ഥലം DMOയ്ക്ക് കൈമാറുകയും DMO അത് PWDക്ക് കൊടുത്തുകൊണ്ട് ടെൻഡർ നടപടികൾ സ്വീകരിക്കുകയുമാണ് ചെയ്യേണ്ടത്. അതിനുശേഷം ടെൻഡർ നടപടികൾക്ക് ശേഷം നമുക്ക് ആശുപത്രി കെട്ടിടത്തിൻ്റെ പണി ആരംഭിക്കുന്നതിനുള്ള നടപടിക്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോകാവുന്നതാണ്. ഭൂമി DMOയ്ക്ക് വിട്ടു നൽകിയതോടെ ഇനിയുള്ള നടപടിക്രമങ്ങൾ ആരോഗ്യവകുപ്പാണ് ചെയ്യേണ്ടത്. DMO ടെൻഡർ നടപടിക്കായി പൊതുമരാമത്ത് വകുപ്പിന് കൈമാറണം. പൊതുമരാമത്ത് വകുപ്പ് ടെൻഡർ നൽകി ആരെങ്കിലും കരാർ എടുത്താൽ പണി തുടങ്ങാം. സമയബന്ധിതമായി നടത്താൻ ആരോഗ്യവകുപ്പ് നടപടി സ്വീകരിക്കുമെന്നാണ് പഞ്ചായത്ത് ഭരണസമിതിയുടെ പ്രതീക്ഷ. ആശുപത്രി കെട്ടിട നിർമ്മാണത്തിന് നടപടി പൂർത്തിയായാൽ ആലടിയിലെ അംഗനവാടിക്ക് സമീപമുള്ള കെട്ടിടങ്ങളിലേക്ക് മാറ്റി ആശുപത്രി പ്രവർത്തിപ്പിക്കാനാണ് പഞ്ചായത്ത് ഭരണസമിതിയുടെ തീരുമാനം. ഇടുക്കി വിഷൻ ന്യൂസ്, അയ്യപ്പൻകോവിൽ.